ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ കോട്ടൺ ഹെക്കോബ, അത് നോർമൽ ഹെക്കോബയല്ല, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള കോട്ടൺ ഹെക്കോബയിൽ ഇത് കണ്ടില്ലേ, ക്രോഷോ ലേസ് ഒരു ലെയർ ആയിട്ട് കൊടുത്തേക്കുന്നു, പിന്നെ മിറർ വർക്ക് ലെയർ ആയിട്ട് വരുന്നു, പിന്നെയും ക്രോഷോ ലേസ് ലെയർ ആയിട്ട് വരുന്നു. അതും സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദാമനിൽ വരുമ്പം ഇതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് പാറ്റേണിൽ ഹക്കോബയും ലേസ് വർക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സെറ്റ് പാറ്റേൺ ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇതിൻ്റെ ഓഫ് വൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നത് കളർ ഷെയ്ഡ്സ് കാണിക്കാൻ, പിന്നെ കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്യുക. അപ്പം ചെറിയ ചേഞ്ച് ദുപ്പട്ടയിലൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണിത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. വൈറ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും പുതിയ കളേഴ്സാണ് ചോദിച്ചത്. അപ്പം പുതിയ കളർ ഷെയ്ഡ്സിലാണ് ഡീറ്റെയിൽസ് കാണും. അതേപോലെയാണ് സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഫെമിലിയാണ്. എൻ്റെ വൈറ്റ് നമ്മൾ 2-3 ടൈംസ് കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു കളേഴ്സ് കാണിക്കണമെന്ന്. അപ്പം നമ്മൾ ഡൈ ചെയ്ത് കളേഴ്സിലാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടൺ ഹക്കോബ പാച്ച്, പിന്നെ വരുമ്പോൾ ഇതുണ്ടോ പിൻഡക്ക് പാച്ച്, പിന്നെ വീണ്ടും ഹെക്കോബ പാച്ച് കൊടുത്തിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇനി എല്ലാത്തിൻ്റെയും കളേഴ്സ് കാണിക്കാം. 8-9 കളേഴ്സ് വരുന്നതുകൊണ്ട് ഒത്തിരി ടൈം ആവും. അല്ലെങ്കിൽ ദുപ്പട്ട നേരത്തെ കാണിച്ച പോലത്തെ ഇതുണ്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കും. നമ്മുടെ കോട്ടൺ ചെക്സിൽ ബോർഡറിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ലിനൻ കോട്ടൺ വരുന്ന ബോട്ടം. ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. നല്ലൊരു യെല്ലോയുടെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. വർക്ക് ഇനി സെയിം ആണ്. കളർ ഷെയ്ഡ്സ് നോക്കിക്കോളൂ. ദുപ്പട്ടയാണെങ്കിലും ബോർഡറിൽ ആ ഒരു സെയിം കോട്ടൺ പാച്ചും വരുന്നുണ്ട്, ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ചെക്സ് ആണ്. ഭയങ്കര ചുരുങ്ങി കിടക്കുന്ന പോലെ വരുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ കോട്ടൺ വാഷ് ചെയ്യുമ്പം സെപ്പറേറ്റ് ആയിട്ടിട്ട് വാഷ് ചെയ്യാനും നോക്കുക. ഇതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. അതിൻ്റെ ഇട്ട് കഴിയുമ്പം അടിപൊളിയായിരിക്കും. അത് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരും. ഒരു വിയർ ലുക്ക് വരും. ഈ ഒരു കോളറൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ കോളറിന് ചുറ്റും സെയിം ഇതുണ്ടോ ഹാൻഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ സെയിം തന്നെയാണ് ഈ ബോർഡർ പോലെയും പോയിരിക്കുന്നത്. ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ലിനൻ കോട്ടൺ ബോട്ടം. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ്. ആ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഡസ്റ്റി ഗ്രീൻ ആയിട്ടാണ് വരുന്നത്. അത്രയും ഡസ്റ്റി അല്ല, ഇച്ചിരി നല്ലൊരു ഷെയ്ഡാണ് ആക്ച്വലി ഇത് വന്നിട്ട്. വർക്ക് എല്ലാം സെയിം, കുറേ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇതുണ്ട്. പിൻഡക്ക് വർക്ക്, കട്ട് ആൻഡ് പീസ്റ്റ് പാറ്റേൺ ഒക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹെവി വർക്കാണ്. ആൻഡ് ഇതിൻ്റെ സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് ഈ ഒരു നെക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് നല്ല കളർ ഷെയ്ഡല്ലേ ഇതൊക്കെ വന്നിട്ട്. എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് സെമി സ്റ്റിച്ച്ഡ് ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ നെക്ക് കുറച്ചും കൂടെ ഒത്തിരി താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാച്ച് വർക്ക് ഇതുപോലെ ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ആ ഒരു പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ഇതിൽ കൊടുത്തത്. ക്രോഷോ ലേസും മിറർ ഹാൻഡ് വർക്ക് മിറേഴ്സും പിന്നെ കുഞ്ഞൊരു ത്രെഡ് അല്ലാതിലും നെറ്റിൽ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു പാച്ചുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് ഹെവി കോട്ടൺ ഹെക്കോബയാണ് ഫാബ്രിക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നു. ആൻഡ് എല്ലാത്തിൻ്റെയും ലോവർ പാർട്ടിൽ, അതായത് ദാമനിലും ഉണ്ട് ഒരു പാച്ച് വർക്ക്. അതായത് ടോപ്പിൽ ഫ്രണ്ടിലോട് നോക്കുമ്പം എല്ലാം വെർട്ടിക്കൽ സ്റ്റൈലാണ് ഈ ഒരു കട്ടാൻ അത് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത്. പിൻഡക്കിൻ്റെയും കോട്ടൺ ഹെക്കോബയുടെയൊക്കെ. എന്നിട്ട് ലോവർ പാർട്ടിൽ വരുമ്പം അത് ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് ആ ഒരു പാച്ച് കൊടുത്തിരുന്നത്. കോട്ടൺ ഹെക്കോബ വിത്ത് ലേസ് ഹൊറിസോണ്ടൽ പാറ്റേണിലും കൂടെ വന്നിട്ടുണ്ട്. ദുപ്പട്ടയുടെ 4 ബോർഡേഴ്സും കോട്ടൺ ഹെക്കോബ വിത്ത് ക്രോഷോ ലേസ് പാച്ച് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1440, 1440 വിത്ത് ഫ്രീ ഷിപ്പ്. അടുത്ത കളർ ഷെയ്ഡാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് അല്ലേ. പാറ്റേൺസ് ഒക്കെ സെയിം ആണ്. ഒരുപാട് കളർ ഷെയ്ഡ്സ് ആൻഡ് വീഡിയോ ഭയങ്കര ലെങ്ത് കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയാം. സോ ഫൈനലി നമ്മുടെ ലാസ്റ്റ് കളർ ഇതാണ്. അപ്പം 8-9 കളേഴ്സ് ആണ് നമ്മൾ ഇതിൽ കണ്ടത്. ഇത്രയും കളേഴ്സ് നമ്മൾ ഡൈ ചെയ്തു. എല്ലാവരുടെ റിക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഹ്യൂജ് എൻക്വയറീസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ്. റേറ്റ് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. Thank you.